ADGP RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. DGPയോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. കൂടിക്കാഴ്ചയിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഷീജ ചേരുന്നു. ഷീജ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇക്കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്. ഷീജ. തീർച്ചയായും ഷമ്മി, ഏതായാലും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു ചോദ്യം ഉയർന്നു വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ട ഘട്ടമാണെങ്കിൽ അന്വേഷിക്കുന്നതായിരിക്കും. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. DGPയോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ADGP RSS നേതാക്കളെ കണ്ടത് അതിന് പിന്നിലെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള കാര്യം തന്നെയായിരിക്കും പ്രധാനമായും അന്വേഷിക്കുക. അത് ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണോ എന്നത് തന്നെയായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക എന്നുള്ളതിൽ സംശയമില്ല. കാരണം ആ രീതിയിൽ വലിയ തെറ്റായ രീതിയിൽ വലിയ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥനായിട്ടാണ് ADGP ഈ RSS നേതാക്കളെ കണ്ടത് എന്നുള്ള ആക്ഷേപമായിരുന്നു പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. അതിനുള്ള മറുപടിയൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ചയെ വിവാദമാക്കാൻ ഒരു കോണിൽ നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് പുറത്തു വരണം എന്നുള്ളത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. DGPക്കായിരിക്കും അന്വേഷണ ചുമതല. DGP ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിൽ ആരൊക്കെയായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തതയുണ്ടാകുന്നതായിരിക്കും. ഏതായാലും ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഷമി. ഷീജ, സർക്കാരിനെ വിശിഷ്യ മുഖ്യമന്ത്രിയെ വലിയ തോതിൽ പ്രതിക്കൂട്ടിലാക്കാനുള്ള നീക്കം ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞിരുന്നു. ഒരു കാര്യത്തിന് ഇടനിലക്കാരനായി പോലീസിനെ അയക്കുന്ന രീതി തങ്ങൾക്ക് ഇല്ല എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ പ്രതിപക്ഷവും മറ്റ് വിവിധ കോണുകളിൽ നിന്നും വലിയ തോതിൽ ആ ഒരു വിഷയത്തെ വിവാദമാക്കാൻ ശ്രമിച്ചിരുന്നു. എത്ര നാളിനകം ഈ അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം? അതിനെ സംബന്ധിച്ച് വിവരങ്ങൾ ലഭ്യമാണോ? നിലവിലേതായാലും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഉത്തരവ് ലഭിക്കുമ്പോൾ തന്നെ ഇതിൽ കൂടുതൽ വ്യക്തതകൾ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. പ്രത്യേകിച്ചും ഇത് എത്ര നാൾ കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണം, അതോടൊപ്പം തന്നെ ഇതിൽ ആരൊക്കെയായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഷമി, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കാനുള്ളൊരു നീക്കം വലിയ തോതിൽ നടക്കുന്നൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇതിന്റെ വസ്തുത പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് ലക്ഷ്യമിട്ട് കൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഒരു IPS ഉദ്യോഗസ്ഥൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുമായും അവർക്ക് പരിചയമുണ്ടാകും, അടുപ്പമുണ്ടാകും, അല്ലെങ്കിൽ അവർ തമ്മിൽ നേരിൽ കാണാറുണ്ടാകും. പക്ഷേ ഈ ഒരു കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുക. അത്തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അതിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം നമുക്കറിയാം ഏകദേശം 1.5 മണിക്കൂറിലധികം നീണ്ട വാർത്താ സമ്മേളനമായിരുന്നു അന്ന് അദ്ദേഹം നടത്തിയത്. അതിൽ കൃത്യമായ രീതിയിൽ എല്ലാ വിഷയങ്ങളിലും മറുപടി പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതിൽ വ്യക്തതയോടുകൂടി തന്നെയാണ് മറുപടി നൽകിയത്. അത്തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ പരിശോധിക്കുന്നതായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ നിലപാട് ADGPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഷമ്മി. ഷീജ, IAS IPS ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവർ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നെങ്കിൽ പോലും അവരുടെ ഉത്തരവാദിത്വം, അവരുടെ നിയമനാധികാരികൾ തീർച്ചയായും കേന്ദ്ര സർക്കാരാണ്. ADGP ആയാലും മറ്റൊരു ഉദ്യോഗസ്ഥനായാലും കേന്ദ്രം ഭരിക്കുന്ന ഒരു സംഘടനയുടെ പ്രതിനിധിയാണ് RSS. എന്തൊക്കെ പറഞ്ഞാലും അവരെ കണ്ടു എന്ന് പറയുന്നതിനെ ഒരർത്ഥത്തിലും ഒരു കുറ്റപ്പെടുത്തലായി കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ അതിന് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകുമ്പോൾ സ്വാഭാവികമായും അതിന് പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും. അവിടെ ഒരുപക്ഷെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒരു പരിധിവരെ നിസ്സഹായരാണ്. ഇതിന് മറുപടി എന്ത് പറയണം എന്നുള്ള കാര്യത്തിൽ ഒരു നിസ്സഹായത സംസ്ഥാന സർക്കാരിനുണ്ട്. എന്നിട്ട് പോലും വളരെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി ആ കാര്യം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും, അതിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും.
ഇവിടെ ആ രീതിയിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തത്. ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അതുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ നേതാവിനെ കണ്ടു എന്ന് പറയുന്നതിനെ ഒരർത്ഥത്തിലും നിയമവിരുദ്ധമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തിരിക്കുന്നത്, മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത്. ഷീജ, ഷമി, ഇതിലൊരു നിസ്സഹായതയുടെ പ്രശ്നമല്ല ഉയരുന്നത്, മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം IPS IAS ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമായും അവർക്ക് അടുത്ത ബന്ധമുണ്ടാകാം, പരിചയമുണ്ടാകാം, അവർ നേരിൽ കാണുന്നുണ്ടാകാം, അത്തരത്തിലൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികം തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ചില കോണുകളിൽ നിന്നുള്ള നീക്കം ആരംഭിച്ചിരുന്നു. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മധ്യസ്ഥനായി ADGP RSS നേതാക്കളെ കണ്ടു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി ഉണ്ടായി. അതിന് ചുക്കാൻ പിടിച്ചത് പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിനുള്ള മറുപടി രാഷ്ട്രീയപരമായ രീതിയിൽ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ നൽകിയിരുന്നു. ഒരു തങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ മധ്യസ്ഥ വഹിക്കുന്നതിന് വേണ്ടി ഒരു പോലീസിനെ ചുമതലപ്പെടുത്തുന്ന പരിപാടി, അത്തരത്തിലുള്ള ഒരേർപ്പാടും ഞങ്ങൾക്കില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന് ഉദാഹരണം സഹിതം, പ്രത്യേകിച്ച് കരുണാകരൻ്റെ കാലത്തെ ഉദാഹരണം സഹിതം അദ്ദേഹം വിശദമാക്കിക്കൊണ്ടായിരുന്നു അന്ന് വിശദമായിട്ടുള്ള വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ പല കോണിൽ നിന്നായി തെറ്റായ രീതിയിൽ വാർത്തകൾ ഉയരുന്നു, തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു, വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇതൊരു ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. നമ്മളത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് RSS മേധാവിയെ കാണാൻ മുഖ്യമന്ത്രി ADGPയെ അയക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു സംശയത്തിൻ്റെ നിഴലുണ്ടാക്കാൻ സാധിക്കും. അതേസമയം തന്നെ തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഹിന്ദു വിഭാഗങ്ങളുടെ ഇടയിലും ഒരു സംശയം ഉണ്ടാക്കാൻ ശ്രമിക്കും. വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് അത്. പ്രത്യേകിച്ചും ഈ പറയുന്ന വിഷയങ്ങൾ ഈ PV അൻവർ MLA അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവ് അതിൻ്റെ ഒരു പ്രത്യേക പോയിന്റിലാണ് ഈ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നത്. അതായത് വളരെ ആസൂത്രിതമായി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക, ഒപ്പം തന്നെ മറ്റ് ആരോപണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് ജനവിഭാഗങ്ങളുടെ ഇടയിൽ സംശയം സൃഷ്ടിക്കുക, അങ്ങനെ ഈ സർക്കാരിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കം ഇതിന് പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത്. സാധാരണഗതിയിലുള്ള ആരോപണം പോലെ അല്ല, ഒരു അടിസ്ഥാനവുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ സംശയം ഉണ്ടാക്കുക. അത് ആ ഒരു വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഒരു നിസ്സഹായത എന്നുള്ള ഒരു പദം ഞാൻ ഉപയോഗിക്കേണ്ടി വന്നതുകൊണ്ടാണ്. പക്ഷേ വളരെ കൃത്യമായി മുഖ്യമന്ത്രി അതിൻ്റെ മറുപടി പറഞ്ഞു. പോലീസുകാരെ ഉപയോഗിച്ച് ഇടനില നടത്തേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ആ ശീലമില്ല, ആ പാരമ്പര്യമുള്ളത് കോൺഗ്രസിനാണെന്ന് അദ്ദേഹം കണക്കുകളും ചരിത്രവും ഉദ്ധരിച്ചുകൊണ്ട് പറയുകയും ചെയ്തു. ഷീജ, ഷമി, ഇതിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായ രീതിയിൽ ഇക്കാര്യങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രതിച്ഛായ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പല കോണിൽ നിന്നായി നടക്കുന്നു. ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങളും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള വാർത്തകൾ മെനഞ്ഞതും പുറത്തു വന്നതും അത് പ്രതിപക്ഷം ഏറ്റെടുത്തതും ഒക്കെ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിൽ തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നു. അതിനൊപ്പം തന്നെ സർക്കാരിനെതിരെ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ചില നീക്കങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നായി നടക്കുന്നു. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിന്റെ വസ്തുത ജനങ്ങൾ തിരിച്ചറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ DGPയോട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ DGPയുടെ മേൽനോട്ടത്തിൽ തന്നെയാകുമ്പോൾ കൃത്യമായ രീതിയിലുള്ള അന്വേഷണം ഇതിൽ ഉറപ്പാക്കുന്നുണ്ട്. കാരണം ADGPക്കെതിരെയാണ് അന്വേഷണം എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുമ്പോൾ വീണ്ടും പ്രതിപക്ഷം പറയുക അത് ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെതിരെ ഏത് രീതിയിൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്ക് അന്വേഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകരുത്, ചോദ്യങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ളത് കൂടി കണ്ടുകൊണ്ട് തന്നെയാണ് DGPയോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഈ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുറം ലോകത്തേക്ക് വരുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതായിരിക്കും. അത് തന്നെയാണ് സർക്കാരും ലക്ഷ്യമിടുന്നത്. കാരണം രാഷ്ട്രീയപരമായ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിൽ നിന്നും വലിയ തോതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതറിയാം. അത് അവസാനിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ഷമ്മി, ഷീജ, ഇതുമായി ബന്ധപ്പെട്ട് ഷീജ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. അതായത്
ആദ്യം തന്നെ സർക്കാർ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു. DGP അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. 1 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് തരണമെന്ന് പറയുന്നു. അതിനുശേഷവും നിരന്തരമായി ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അജിത് കുമാറിനെ മാറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ തലക്കെട്ടും മാധ്യമങ്ങളിൽ നിരന്തരമായി വരികയാണ്. അപ്പോഴും മുഖ്യമന്ത്രി പറയുന്നുണ്ട് 1 മാസമാണ് ഈ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു, അതിൻ്റെ അകത്ത് 1 മാസത്തെ സമയം കൊടുത്തിരിക്കുന്നു, അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്ന് മുഖ്യമന്ത്രി പറയുന്നു. കാരണം നമുക്കറിയാം, അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ സുജിത് ദാസിനെതിരെ ഒരു വോയിസ് ക്ലിപ്പ് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ മാറ്റി. പക്ഷേ ഈ പറയുന്ന ADGPക്കെതിരെ ഒരു തെളിവും ഇതുവരെ ഒരാൾക്കും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വാഗൊണ്ട് കസർത്ത് നടത്തുന്നു എന്നല്ലാതെ ഒരു തെളിവും ADGPക്കെതിരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ഒരാൾക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ മിനിമം ഒരു ചെറിയ 1 ഇഞ്ച് തെളിവെങ്കിലും വേണ്ടതല്ലേ? ഇവിടെ ADGPക്കെതിരെ ഒരു തെളിവും കൊണ്ടുവരാൻ ആർക്കും കഴിയുന്നില്ല. വാർത്താ സമ്മേളനം ആർക്കും നടത്താം, ആർക്കെതിരെ എന്തും പറയാം, പക്ഷേ ഒരു തെളിവുമില്ല. അതുകൊണ്ട് സർക്കാർ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. സർക്കാർ തന്നെ ADGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. അന്വേഷണം പ്രഖ്യാപിച്ച് ആ ഒരു റിപ്പോർട്ട് കിട്ടുന്നവരെ ക്ഷമിക്കൂ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ തെളിവുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടിയെടുക്കും എന്ന് പറയുകയാണ്. എന്നിട്ടും ഈ 1 മാസക്കാലത്തിന് ഈ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് വരെ ഓരോ കാര്യത്തിലും ADGPയെ മാറ്റില്ല എന്നുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക്, ഒരു തലക്കെട്ടിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ പോകുന്നു, നമ്മുടെ പ്രതിപക്ഷം പോകുന്നു, ഇതുമായി ബന്ധപ്പെട്ട വിമർശകർ പോകുന്നു. ഷീജ, ഷമി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ആർക്കും സാധിക്കും, പക്ഷേ ആ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതാണ് സർക്കാർ ചെയ്യുന്നത്. കാരണം ഒരു മുഖ്യമന്ത്രി എന്നുള്ളൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് അല്ലാതെ ആർക്കെതിരെയെങ്കിലും ആരോപണം ഉയരുമ്പോൾ ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുക എന്നുള്ളതല്ല സർക്കാർ കൈക്കൊള്ളേണ്ട നിലപാട്. അതിൽ സർക്കാരിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അത് സർക്കാർ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ആരോപണം ആർക്കെതിരെയാണോ ഉന്നയിച്ചിരിക്കുന്നത് ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയാണ്. അത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ ചെയ്തത്. PV അൻവർ ആരോപണം ഉന്നയിച്ചപ്പോൾ സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചു. മറിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്കെതിരെ, അതിപ്പോൾ ADGP എന്നല്ല ഏത് വ്യക്തിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ പോലും ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നുള്ളതല്ല, അതിനപ്പുറത്ത് ആ ഉയർന്നു വന്ന ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അത് തന്നെയാണ് സർക്കാരും ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതിനൊപ്പം മുഖ്യമന്ത്രി കൂടിച്ചേർത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കഴമ്പ് ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള സംരക്ഷണവും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല. അത് മുഖ്യമന്ത്രി അടിവരയിട്ട് വ്യക്തമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള അന്വേഷണം, ADGPക്കെതിരെയുള്ള അന്വേഷണം, PV അൻവറിന്റെ പരാതിയിലുള്ള അന്വേഷണം നടക്കുന്നതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചു. DGPയെ ചുമതലപ്പെടുത്തി. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.